വെൽക്കം ബാക്ക് ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജൂലൈ മാസത്തെ ആദ്യത്തെ ക്ലാസ്സാണിത്. ഈ മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തേത്, സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് റവാഡ ചന്ദ്രശേഖറാണ്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. നമുക്കറിയാം ഷെയ്ഖ് ദർവേർ സാഹിബ് ആയിരുന്നു മുൻപത്തെ മേധാവി. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ മേധാവി റവാഡ ചന്ദ്രശേഖറാണ്. സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് റവാഡ ചന്ദ്രശേഖർ. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാനയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാനയാണ്. ആദ്യ പുരുഷ താരം സുരേഷ് റെയ്നയാണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ചലച്ചിത്ര നടനായ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ കോളേജ് മഹാരാജാസ് കോളേജാണ്. ചലച്ചിത്ര നടനായ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ കോളേജ് മഹാരാജാസ് കോളേജാണ്. അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത 2 കാര്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, മമ്മൂട്ടിയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഓസ്ട്രേലിയയാണ്. രണ്ടാമത്തേത്, ശ്രീലങ്ക പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ മോഹൻലാലുമാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ കോളേജ് മഹാരാജാസ് കോളേജ്. അടുത്തത്, 2024-25 വർഷം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ GST നികുതി നൽകിയത് മോഹൻലാലാണ്. 2024-25 സാമ്പത്തിക വർഷം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ GST നൽകിയത് മോഹൻലാലാണ്. GST ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1. നമുക്കറിയാം 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. അപ്പോൾ GST ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1. നെക്സ്റ്റ്, കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല കോട്ടയമാണ്. കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല കോട്ടയമാണ്. കേരളത്തിലെ അതിദരിദ്രമുക്ത ആദ്യ നിയോജക മണ്ഡലം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടമാണ്. കേരളത്തിലെ അതിദരിദ്രമുക്ത ആദ്യ നിയോജക മണ്ഡലം ധർമ്മടം മണ്ഡലമാണ്. കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയായി തിരഞ്ഞെടുത്തത് കോട്ടയമാണ്. അടുത്തത്, 2025 നടന്ന പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ തമിഴ്നാടാണ്, മഹാരാഷ്ട്രയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗം ജേതാക്കൾ ഒഡീഷയാണ്, പഞ്ചാബിനെ പരാജയപ്പെടുത്തി. അപ്പോൾ 2025 നടന്ന പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ തമിഴ്നാടും വനിതാ വിഭാഗം ജേതാക്കൾ ഒഡീഷയാണ്. അടുത്തത്, കുടുംബശ്രീയുടെ ഒരു ക്യാമ്പയിനാണ്. അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിനാണ് 50+. അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിനാണ് 50+. അടുത്ത പോയിന്റ്, സുപ്രീം കോടതി നിയമനങ്ങളിൽ ആദ്യമായി SC/ST സംവരണം ഏർപ്പെടുത്തി. സുപ്രീം കോടതി നിയമനങ്ങളിൽ ആദ്യമായി SC/ST സംവരണം ഏർപ്പെടുത്തി. ഈ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് PSC ചോദിക്കാം. നിലവിലെ അല്ലെങ്കിൽ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ്. 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ്. SC-യുടെ സംവരണം 15%, ST-യുടേത് 7.5% സംവരണമാണ്. സുപ്രീം കോടതി നിയമനങ്ങളിൽ ആദ്യമായിട്ട് SC/ST സംവരണം ഏർപ്പെടുത്തിയത് ഓർത്തുവെക്കുക. അടുത്തത്, റോയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ തലവൻ പരാഗ് ജെയിനാണ്. റോയുടെ പുതിയ തലവൻ പരാഗ് ജെയിനാണ്. മുൻപത്തെ റോയുടെ തലവൻ രവി സിൻഹയുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. പുതിയ തലവനായി നിയമിതനായത് പരാഗ് ജെയിനാണ്. നെക്സ്റ്റ്, 2025 അണ്ടർ 21 യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. ജർമ്മനിയാണ് പരാജയപ്പെടുത്തിയത്. 2025 അണ്ടർ 21 യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൻ്റെ 4ാമത്തെ കിരീടമാണിത്. പരാജയപ്പെടുത്തിയത് ജർമ്മനിയാണെന്ന് ഓർക്കുക. അടുത്തതൊരു പദ്ധതിയാണ്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനം വകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർപ്പപാഠം പദ്ധതി. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനം വകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർപ്പപാഠം പദ്ധതി. അടുത്തത് ഒരു ആപ്ലിക്കേഷനാണ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് റെയിൽ 1. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ 1. സൊറെയിൽ എന്ന ആപ്ലിക്കേഷനായിരുന്നു ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയത്. ഇതിന് പകരമായാണ് റെയിൽ 1 ആപ്പ് വന്നത്. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയത് സൊറെയിൽ എന്ന ആപ്ലിക്കേഷനായിരുന്നു. ഇതിന് പകരമായാണിപ്പോൾ റെയിൽ 1 ആപ്പ് വന്നത്. നെക്സ്റ്റ്, ഖേലോ ഭാരത് നീതി 2025 അല്ലെങ്കിൽ ദേശീയ കായിക നയം 2025 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് 2025 ജൂലൈ 1.
ഖേലോ ഭാരത് നീതി 2025 അല്ലെങ്കിൽ ദേശീയ കായിക നയം 2025 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് 2025 ജൂലൈ 1-നാണ്. അപ്പോൾ നിലവിലെ കായിക വകുപ്പ് മന്ത്രി കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. മൻസുഖ് മാണ്ഡവ്യയാണ് നിലവിലെ കായിക വകുപ്പ് മന്ത്രി. അടുത്തത് 2026 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ അനിൽ മേനോനാണ്. 2026 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ അനിൽ മേനോനാണ്. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ശുഭാംശു ശുക്ലയാണ് ഫസ്റ്റ് ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരൻ. ഇപ്പോൾ ഇന്ത്യൻ വംശജൻ യാത്ര പുറപ്പെടുകയാണ്. അനിൽ മേനോനാണ് ജൂൺ മാസം 2026 യാത്ര പുറപ്പെടുന്നത്. അടുത്തതൊരു നിയമനമാണ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ പി ജയരാജനാണ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ പി ജയരാജനാണ്. ഓൾറെഡി ഇദ്ദേഹം തന്നെ ആയിരുന്നു. 3 വർഷത്തേക്ക് കൂടി ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈസ് ചെയർമാൻ പി ജയരാജനും ചെയർമാൻ വ്യവസായ മന്ത്രിയാണ്. നിലവിലെ വ്യവസായ മന്ത്രി പി രാജീവാണ്. അടുത്ത പോയിന്റ്, സർക്കാർ പദവികളിൽ നിന്ന് ചെയർമാൻ എന്ന പദം നീക്കം ചെയ്തു. സർക്കാർ പദവികളിൽ നിന്ന് ചെയർമാൻ എന്ന പദം നീക്കം ചെയ്തു. സർക്കാർ പദവികളിൽ ലിംഗനിഷ്പക്ഷ പദവികൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി മുതൽ ചെയർമാൻ എന്ന വാക്കിന് പകരം ചെയർപേഴ്സൺ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം സുരിനാമാണ്. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം സുരിനാമാണ്. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. ഇത് സ്ഥാപിതമായത് കൊട്ടാരക്കരയിലാണ്. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം കൊട്ടാരക്കരയിലെ സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. നെക്സ്റ്റ്, കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് F-35B. കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് F-35B. നെക്സ്റ്റ്, അടുത്തിടെ IAEAയുമായുള്ള, അതായത് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. അടുത്തിടെ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ യുദ്ധമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. IAEAയുടെ ആസ്ഥാനം വിയറ്റ്നാമാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൻ്റെ പേര് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൻ്റെ പേര് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. നെക്സ്റ്റ്, കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. ടെർബിയം എന്ന റെയർ എർത്ത് മെറ്റൽ ഉപയോഗിച്ചാണ് ഈ സെൻസർ സംവിധാനം വികസിപ്പിച്ചതെന്ന് ഓർക്കുക. അടുത്തതൊരു പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്. എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി എന്ന് ഓർക്കുക. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി. പദ്ധതിയുടെ പേര് ഡിജി ലക്ഷ്മിയാണ്. ആദ്യം തുടങ്ങിയത് ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത് 2025 24ാമത് ഇൻ്റർനാഷണൽ മെൻ്റൽ ഹെൽത്ത് കോൺഫറൻസിൻ്റെ വേദി തായ്ലൻഡാണ്. 2025 24ാമത് ഇൻ്റർനാഷണൽ മെൻ്റൽ ഹെൽത്ത് കോൺഫറൻസിൻ്റെ വേദി തായ്ലൻഡ്. നെക്സ്റ്റ്, അടുത്തിടെ ക്യാപ്റ്റൻ കൂൾ ട്രേഡ് മാർക്ക് ആക്കാൻ അപേക്ഷ നൽകിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അടുത്തിടെ ക്യാപ്റ്റൻ കൂൾ ട്രേഡ് മാർക്ക് ആക്കാൻ അപേക്ഷ നൽകിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. നമുക്കറിയാം 2007 T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി, ഈ കിരീടങ്ങളൊക്കെ ഇന്ത്യക്ക് നേടിത്തന്ന ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ ക്യാപ്റ്റൻ കൂൾ എന്ന ട്രേഡ് മാർക്ക് ആക്കാൻ അപേക്ഷ നൽകിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി. നെക്സ്റ്റ്, 2025 ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി ദിവി വിജേഷാണ്. 2025 ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളിയാണ് ദിവി വിജേഷ്. ദിവി വിജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. ചെസ്സാണ്.
ഇനി ഇതുവരെ നോക്കിയ കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യാം. ആദ്യത്തേത്, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാന. അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ കോളേജ് മഹാരാജാസ് കോളേജ്. 2024-25 വർഷം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ GST നികുതി നൽകിയത് മോഹൻലാൽ. കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല കോട്ടയം. പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ്. പുരുഷ വിഭാഗം ജേതാക്കൾ തമിഴ്നാട്, വനിതാ വിഭാഗം ജേതാക്കൾ ഒഡീഷ. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിനാണ് 50+. സുപ്രീംകോടതി നിയമനങ്ങളിൽ ആദ്യമായി SC/ST സംവരണം ഏർപ്പെടുത്തി. റോയുടെ പുതിയ തലവൻ പരാഗ് ജെയിൻ. 2025 അണ്ടർ-21 യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ട്. പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനംവകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർപ്പപാഠം പദ്ധതി. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ റെയിൽ വൺ. ഖേലോ ഭാരത് നീതി 2025 അല്ലെങ്കിൽ ദേശീയ കായിക നയം 2025 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് 2025 ജൂലൈ 1-നാണ്. 2026 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജനാണ് അനിൽ മേനോൻ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ P. ജയരാജൻ. സർക്കാർ പദവികളിൽ നിന്ന് ചെയർമാൻ എന്ന പദം നീക്കി പകരം ചെയർപേഴ്സൺ എന്ന വാക്ക് ചേർത്തു. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമാണ് സുരിനാം. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൊട്ടാരക്കര. കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് F-35B. അടുത്തിടെ IAEAയുമായുള്ള ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് ഡിജിലക്ഷ്മി പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്. 2025 ഇൻ്റർനാഷണൽ മെൻ്റൽ ഹെൽത്ത് കോൺഫറൻസിൻ്റെ വേദി തായ്ലൻഡ്. അടുത്തിടെ ക്യാപ്റ്റൻ കൂൾ ട്രേഡ് മാർക്ക് ആക്കാൻ അപേക്ഷ നൽകിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. 2025 ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളിയാണ് ദിവി വിജേഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്